നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും ഫോണിനടിമയാണ്. ഇതെല്ലാം മാറ്റി അവധിക്കാലം ആഘോഷിക്കാൻ അവർ തയ്യാറല്ല. ഇതിനു പകരം കുട്ടികളിലെ സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും അവരിലെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയും കൊട്ടാരക്കര കിഴക്കേക്കര ടൗൺ NSS കരയോഗത്തിന്റെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2 ദിവസത്തെ അവധിക്കാല ക്യാമ്പായി ശില്പശാല നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് 13, 14 തീയതികളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിലെ കുട്ടികൾക്ക് വേണ്ടി നാളെ നാടകക്കളരി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിശദമായ കാഴ്ചയിലേക്ക്. നമസ്കാരം. നമ്മളിവിടെ കൊട്ടാരക്കര കിഴക്കേക്കര ടൗൺ NSS കരയോഗം നമ്മുടെ ഇവിടെ ഉള്ള ബാലസമാജത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരിലെ ആ സർഗ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വെക്കേഷൻ അവധിക്കാല ക്യാമ്പായിട്ടൊരു ദ്വിദിന റെസിഡൻഷ്യൽ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 45-ൽ പരം വിദ്യാർത്ഥികളെ ഈ ക്യാമ്പിൽ നമുക്ക് പങ്കെടുപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചിത്രരചന, കാർട്ടൂൺ നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, അതേപോലെ കുട്ടികൾക്ക് രസകരമായ രീതിയിലുള്ള പേപ്പർ കട്ടിംഗ് വർക്കുകൾ, ക്രാഫ്റ്റ് വർക്കുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ ഈ 2 ദിവസം പൂർണ്ണമായിട്ട് നീണ്ടു നിൽക്കുന്ന ശില്പശാലയിലൂടെ നാം ഇവിടെ കുട്ടികളെ അഭ്യസിപ്പിക്കുകയാണ്. ഇതിൽ അടുത്ത ദിവസം ഒരു നാടകക്കളരി തന്നെയുണ്ട്. നാടകക്കളരി എന്ന് പറയുമ്പോൾ ഈ ബാലസമാജത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും മൊത്തത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു നാടകം ഇവിടെ നമ്മൾ പഠിപ്പിച്ച് ഇനി വരുന്ന ഒരു കുടുംബ സംഗമ വേദിയിൽ ആ നാടകം അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത് കൂടി ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുകയാണ്. ഇതിന് ഇന്നിവിടെ വന്നെത്തിച്ചേർന്ന രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും എല്ലാവരോടും നാട്ടുകാരോടും എല്ലാവരുള്ള ഒരു സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പിൻ്റെ പരിസമാപ്തി നാളെ വൈകിട്ട് 4:30 കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ G. തങ്കപ്പമ്പിള്ള അവർ ഉദ്ഘാടനം ചെയ്യും. ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും കരയോഗത്തിൻ്റെ വകയായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് വിതരണം ചെയ്യുന്ന NSSൻ്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ C. അനിൽകുമാറാണ്. ഈ കൊട്ടാരക്കര ഈ 808 നമ്പർ ടൗൺ കരയോഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ 2 ദിവസത്തെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ അങ്ങേയറ്റം ആ ക്യാമ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നേതൃത്വം നൽകുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ പ്രസിദ്ധ കാർട്ടൂണിസ്റ്റും അധ്യാപകനുമൊക്കെ അജിലാൽ സാറ്, കൂടാതെ ഷാൻറ്റിയാർ ജയ, ഈ 2 അധ്യാപകരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വെക്കേഷൻ സമയത്ത് കുട്ടികളുടെ കലാവാസന, സർഗവാസനകൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതിനും ബേസ്, ഒരു മനുഷ്യൻ്റെ ഏതിനും ബേസ് എന്ന് പറഞ്ഞത് കലയാണ്. കലയാണ് എന്തിനും അടിസ്ഥാനം. അപ്പോൾ ഒരു കലാകാരന് കലയുണ്ടെങ്കിൽ ഇവിടെ കൊലയില്ലെന്നുള്ളതാണ്. അതായത് ഈ ചെറിയ പ്രായത്തിലെ ഇത്തരം കാര്യങ്ങളെ കുട്ടികളെ മനസ്സിലാക്കുകയും പിന്നെ അതിനെ ബോധവാന്മാരാക്കുകയും അപ്പോൾ അത് അവരുടെ ഭാവിയിലേക്ക് ഗുണം ചെയ്യുകയും അവരുടെ പഠനത്തെയും പിന്നെ അവരുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ഈ വേനൽ അവധിക്കാലം അവരുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ഈ ക്യാമ്പിലൂടെ കുട്ടികളുടെ ആ ഒരു മാനസിക ഒരു വീട്ടിലടഞ്ഞിരിക്കുന്ന രീതി മാറും. ഇപ്പം തന്നെ എല്ലാ കുട്ടികളും ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് തമ്മിൽ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവുകയും ഇതിൽ അവരിൽ ഒരു സമൂഹമായിട്ടൊരു ഇടപെടലും കൂടിയാണ് അവരെ ഇതിലൂടെ സഹായിക്കുന്നത്. ഇപ്പം തന്നെ ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പെയിൻറ്റ് ചെയ്യുകയും ഒരേ മനസ്സോടെ തന്നെ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്യാമ്പിലൂടെ അവരെ സഹായിക്കുന്നുമുണ്ട്.
അപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യാമ്പിലൂടെ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇങ്ങനൊരു അവസരം തന്നതിന് NSS കരയോഗം 808 കരയോഗത്തിന് നന്ദി പറയുന്നു. വളരെ നല്ല രസകരമായ ക്യാമ്പായിരുന്നു. എല്ലാവരുടെയും കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ ഒരു അവസരം തന്നതിന് നന്ദി. 808 നമ്പർ കരയോഗത്തിൻ്റെ ഒരു സംരംഭമാണ് കുഞ്ഞുങ്ങളെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നും അതുപ്രകാരം കുഞ്ഞുങ്ങളിലുള്ള കഴിവുകൾ പുറത്തേക്ക് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് 808 നമ്പർ കരയോഗം ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച് ഇത്രയൊക്കെ ആക്കിയെടുത്തു. അതാണ് അങ്ങനെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. 808 നമ്പർ കരയോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാലസമാജത്തിൻ്റെ ബാലസമാജം അത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പ് 2 ദിവസത്തെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്യാമ്പ് മൂലം എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം നമ്മൾ 808 നമ്പർ കരയോഗം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഈ കരയോഗത്തിന് കൂടുതൽ ബാലസമാജ അംഗങ്ങളെ കൂട്ടുവാനും എത്രയും നല്ല രീതിയിൽ ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോകുവാനും നമ്മൾക്ക് തീർച്ചയായിട്ടും നല്ല അവസരം ഉണ്ടാവും. ഇതൊരു അവസരമായി കണക്കാക്കിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇത്തരത്തിലൊരു പരിപാടി കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയത് ഒരു വലിയ മുന്നോട്ടുള്ള വീക്ഷണത്തോടു കൂടിയാണ്. കാരണം കുട്ടികളിൽ പല കലാവാസനകളുള്ള കുട്ടികൾ നമ്മുടെ കരയോഗത്തിലുണ്ട്. അവരുടെ എല്ലാം കാര്യങ്ങൾ, അവരുടെ കലകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് വലിയ പ്രയോജനം ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം.